കേവലം ഒരു 80 വർഷം മുമ്പുള്ള ഒരു രേഖയിൽ അന്ന് എന്ന് വെച്ചാൽ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ രേഖയിൽ അന്ന് അവിടുത്തെ വരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വരുമാനത്തിൻ്റെ ഇത് പ്രകാരം അന്ന് അവിടെ കിട്ടിയിരിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 18,572 രൂപയാണ്. ഏത് അത് 1120 ഈ ശബരിമലയിലെ നടവരവിൻ്റെ കണക്ക്. അത് 1120 ശബരിമലയിലെ നടവരവ് എന്ന് വെച്ചാൽ കൊല്ലവർഷം 1120. അപ്പോൾ അന്ന് ഈ പറയുന്ന 18,572 രൂപയായിരുന്നുവെന്ന് ശ്രീമൂലം അസംബ്ലിയിൽ വെച്ചിട്ടുള്ള ഗവൺമെൻറ് പക്ഷത്തു നിന്നും വെച്ചിട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്ന കാര്യമാണ്. രേഖകളാ ശ്രീമൂലം അസംബ്ലിയിൽ വെച്ചിട്ടുള്ള രേഖ അതിൽ കൃത്യമായിട്ട് പറയുന്നു. പിന്നെ അന്ന് ഈ 230 വർഷം മുന്നേ ഈ രേഖയിൽ എഴുതിയിരിക്കുന്നു 1000 പണം ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 80 വർഷം മുമ്പ് പോലും ഇത്രയേ വരുമാനമുള്ളൂ. അപ്പോഴങ്ങനെ അന്ന് എഴുതുമോ? അപ്പോൾ ഭാവിയെ മുൻകൂട്ടി കണ്ട് ഏകദേശം ഒരു 100-300 കൊല്ലം കഴിഞ്ഞാൽ ഇത് ഇവിടെ കിട്ടുന്ന വരുമാനം മുഴുവൻ നമ്മുടെ പക്കലേക്ക് എത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആരോ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു നിഗൂഢ ശക്തികളുടെ പ്രവർത്തനമാണ് ഇത് നടണം. 77 അല്ല 78 വർഷം മുമ്പുള്ള രേഖപ്രകാരം 18,572 രൂപയാണെങ്കിൽ 230 വർഷം മുന്നേ ഇത്ര പൈസ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും ജനങ്ങളും ഉണ്ടാവില്ല. അതാണ് ഒരു പ്രധാനമായിട്ടൊരു സംശയം തോന്നാനുള്ള കാരണം. വാവര് കുടുംബത്തിൻ്റെ ചരിത്ര രേഖകൾ പ്രകാരം കൊല്ലവർഷം 915 ശേഷം ഇവർ വായ്പൂരേക്ക് പോയതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ 915 ശേഷം വായ്പൂരിലേക്ക് പോയതാണെങ്കിൽ 230 വർഷം അല്ലെങ്കിൽ 280 വർഷം പഴക്കമുള്ള ആ രേഖയിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്ന ആൾക്ക് എഴുതി കൊടുക്കുന്ന രേഖ എന്നാണ്. എന്ന് വെച്ചാൽ ഇവരുടെ രേഖ പോലും ഇവർ കൃത്യമായി നോക്കിയിട്ടില്ല. ഇവരുടെ രേഖകൾ കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു രേഖയിൽ ഇങ്ങനെ കടന്നു വരില്ലല്ലോ. ഒരാളെ കൊണ്ട് എഴുതിക്കുന്നു, വ്യാജമായിക്കോട്ടെ എന്തോ ആവട്ടെ, അങ്ങനെ എഴുതിക്കുമ്പോൾ ഇവർ വായ്പൂര് പത്തനംതിട്ടയിൽ താമസിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നു എന്ന വിധത്തിലാണ് രേഖയുള്ളത്. അപ്പോൾ അവരുടെ രേഖയും ഈ രേഖയും ഒന്നിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് വ്യാജമാണ് എന്നുള്ളത്. ഈ പട്ടയം അവർക്ക് രണ്ടാമത്തെ പട്ടയം ഞാൻ പറഞ്ഞല്ലോ, ആ പട്ടയം കിട്ടിയിട്ട് 230 വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ 280 വർഷമായി ഇവരെവിടെ താമസിക്കുന്നു? വായ്പൂരിൽ 280 വർഷമായി. 230 വർഷം മുമ്പ് കിട്ടിയ രേഖയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വായ്പൂരേക്ക് പോയിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന രേഖയിലാണ് പറയുന്നത് ഇവർ കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രവുമല്ല, വേറെയും നിരവധി കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. കാരണം അതിൽ ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് 18ാം പടിക്ക് താഴെയായിട്ട് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമെത്രയോ ആ രണ്ടാമത്തെ രേഖയിൽ അത് കൃത്യമായി പറയുന്നു. ഇവർക്ക് കൊടുക്കേണ്ടത് 40 കോൽ സമചതുര സ്ഥലവും 18ാം പടിക്ക് താഴെ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ഷേത്രവിശ്വാസികളായ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ വ്യക്തിയും ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഉപദേവനാണോ സ്ഥലം കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ ദേവനാണോ? ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഗുരുവായൂർ അപ്പൻ്റെ ശ്രീകോവിലാണ് ഏറ്റവും വലുതുണ്ടാവുക. അതിന് തൊട്ടടുത്ത് ചെറിയ ചെറിയ ശ്രീകോവിലൊക്കെ ഉണ്ടാവും. അവർക്ക് ചെറിയ സ്ഥാനം കൊടുക്കുക. ചോറ്റാനിക്കരയിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര അമ്മയുടേതാണ് ഏറ്റവും വലിയൊരു ശ്രീകോവിൽ ഉണ്ടാവുക. അതിന് തൊട്ടവിടെ ശാസ്താവിനൊക്കെ വളരെ ചെറുതേ കൊടുക്കൂ. അതാണ് അതിന് തൊട്ട് ഇപ്പോൾ ശിവക്ഷേത്രം ഉണ്ട്, അതൊക്കെ ചെറുതായിരിക്കും. ഉപദേവന്മാർക്ക് ചെറിയ സ്ഥലമായിരിക്കും. എന്നാൽ ശബരിമലയിൽ ഈ രേഖ പ്രകാരം അവർക്ക് 40 കോല് ഉണ്ടാകുമ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സന്നിധിക്ക് ഇന്നുള്ളത് 22 കോല് 18 അങ്കുലവും മാത്രമാണ്. എന്ന് വെച്ചാൽ അയ്യപ്പനേക്കാൾ നേരെ ഇരട്ടി സ്ഥലം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. എന്തോ ഭാഗ്യത്തിന് ശബരിമല മൊത്തം ഇവർക്ക് കൊടുക്കണമെന്ന് എഴുതിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യാജരേഖയാണോ എന്ന് സംശയിക്കത്തക്ക രേഖ വെച്ചിട്ടാണ് ഇന്ന് ഇവരവിടെ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നും അവിടെ കൊടുക്കുന്ന സാധനം എന്താണെന്ന് നോക്കൂ. ഭാപുരൻ്റെ അല്ലെങ്കിൽ ഭൂതഗണങ്ങളായിട്ടുള്ള ഭാപുരൻ അന്ന് അവിടെ ചെയ്തിരുന്നത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുരുമുളകും കൽക്കണ്ടവും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് പ്രസാദമായി കൊടുത്തതെങ്കിൽ ഇന്നും അവിടെ വരുന്ന വാപുരൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ കൊടുക്കുന്നത് കുരുമുളകും കൽക്കണ്ടവും തന്നെയാണ്. എന്തിനാ കുരുമുളകും കൽക്കണ്ടവും കൊടുക്കേണ്ടി വരുന്നത്? കുരുമുളകും കൽക്കണ്ടവും അവിടെ വരുന്ന ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കുന്നത് എന്തിനാണ്? പണ്ട് കാലങ്ങളിൽ ചെയ്തു വന്ന ആ ഒരു കർമ്മമാണ്. അല്ലാതെ അയാൾ അറബി വ്യാപാരി ആയിരുന്നില്ല.
നമ്മൾ കേട്ടത് എന്താ? അറബി വ്യാപാരിയായിരുന്നു, അറേബ്യയിൽ നിന്ന് ഇവിടത്തേക്ക് വന്നതാണെന്നല്ലേ നമ്മൾ കേട്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറേബ്യയിൽ നിന്നും പന്തളത്തിനെ ആക്രമിക്കാൻ വന്ന ഒരു വ്യാപാരി അല്ലെങ്കിൽ കടക്കൊള്ളക്കാരൻ. ഈ കടൽ കൊള്ളക്കാരൻ പന്തളത്തിനെ ആക്രമിക്കാൻ വരുന്നു. അദ്ദേഹം കപ്പലിലിരിക്കുന്നു, ഇദ്ദേഹം ഈ കരയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. അയാൾ കടലിൽ നിന്നും ഇയാൾ കരയിൽ നിന്നും. അയ്യപ്പനാണ് കരയിൽ നിന്ന് കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ബാബർ മാഹാത്മ്യത്തിലും അയ്യപ്പൻ പാട്ടിലൊക്കെ എടുത്തു പറയുന്നു, കടലിൽ നിന്നും ഈ പറയുന്ന ബാബരൻ യുദ്ധം ചെയ്യുന്നു. അങ്ങനെയാണ് ബാബരെ തോൽപ്പിച്ചതെന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നത്, ഈ പന്തളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയും കടലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം കടലിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു, കപ്പലിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നത്? അതവിടെ നിൽക്കട്ടെ, പന്തളം അവിടെ നിൽക്കട്ടെ. പന്തളം നിലനിൽക്കുന്നത് എവിടാ? പത്തനംതിട്ട ജില്ലയിലാ. ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് ചുറ്റും എവിടെയും കടലില്ല. പിന്നെ എങ്ങനെയാണ് അവർ അയ്യപ്പനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കപ്പലിൽ വന്നു എന്ന് പറയുന്നത്? അത് വിരോധാഭാസമാണ്, വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബാബരുടെ ചരിത്രം ഇതാണെന്നിരിക്കെ മറ്റാരോ വളച്ചൊടിച്ചിട്ട് അറേബ്യയിൽ നിന്ന് വന്ന ഒരാൾ അയ്യപ്പൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഒരു കാരണവശാലും കപ്പൽ ഇങ്ങോട്ട് വരാത്ത കാലഘട്ടത്തോളം അത് വിശ്വസിക്കാനും പറ്റില്ല. പിന്നെ അയ്യപ്പൻ പാട്ടെന്ന വിധത്തിൽ നമ്മൾ തന്നെ കുറേ അണ്ണന്മാർ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നൊരു പാട്ടുണ്ട്. കേട്ട് കഴിഞ്ഞാൽ പോലും ഹിന്ദു വിശ്വാസികളെ ഇത്ര കണ്ട് മ്ലേച്ഛമായി പരിഹസിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പാട്ടാണ് അയ്യപ്പൻ പാട്ട്. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഒരു 3-4 പാട്ട് അതിനിടയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അയ്യപ്പൻ പാട്ടിനിടയിൽ. പല ആൾക്കാരും അയ്യപ്പൻ വിളക്ക് നടത്തുമ്പോൾ ഈ ഒരു ചടങ്ങ് നടത്താറുണ്ട്. ഈ പാട്ട് പാടും. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ചടങ്ങ് വെച്ചാൽ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാതെ തച്ച് പൊളിക്കും ഈ വരുന്ന ബാബരുടെ ആള്. ക്ഷേത്രം തകർക്കാൻ നമ്മൾ തന്നെ ഒരു ഇതുണ്ടാക്കി കൊടുക്കുന്നു. അത് തന്നെയല്ലേ ഇപ്പോൾ അവിടെ നടക്കുന്നത്. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഇപ്പോൾ അത് നിർത്തലാക്കി. ക്ഷേത്രം പൊളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചടങ്ങ് നടത്തിക്കോളൂ. ക്ഷേത്രം പൊളിച്ചിട്ടുള്ള ചടങ്ങല്ല കാണിക്കേണ്ടത്, തോന്നിയവാസമല്ല കാണിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ നടത്തി വേറെ വൃത്തികേടല്ല കാണിക്കേണ്ടത്. അപ്പോൾ ആ അയ്യപ്പൻ പാട്ടിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാക്ഷാൽ പരമശിവന്റെയും പാത്തുമ്മയുടെയും മകനാണ് ബാബർ എന്ന രീതിയിലാണ് അയ്യപ്പൻ പാട്ടിൽ പറയുന്നത്. നോക്കണം, എന്താ പരമശിവന്റെ മകൻ എങ്ങനെ ആവുന്നറിയോ? ആ അയ്യപ്പൻ പാട്ട് നിങ്ങൾക്കറിയാം, എൻ്റെ അടുത്തുണ്ട്, ഞാനത് നോക്കി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പരമശിവന് പാത്തുമ്മയുടെ സൗന്ദര്യം കണ്ടങ്ങ് മോഹം വന്നു പോലും. ശിവൻ അതിനു മുമ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല. പാർവതി ദേവിയേക്കാളും സുന്ദരിയാണ് പാത്തുമ്മ, പിന്നെ മോഹിച്ചു പോവുമല്ലോ. അപ്പോൾ ആ ശിവഭഗവാൻ പാത്തുമ്മയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് ഒരു കടമ്പ് വൃക്ഷമായിട്ട് പാത്തുമ്മയുടെ വീടിനരികിൽ ഇങ്ങനെ പൂത്തു നിന്നു. മഞ്ഞ പൂക്കൾ നിറച്ചിങ്ങനെ നിൽക്കുക. ഇത് കണ്ട് ആകർഷ്ടിയായിട്ട് പാത്തുമ്മ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉമ്മ വിളിച്ചു പറയുന്നു, മോളെ നീ അങ്ങോട്ട് പോകരുത്, കാരണം അത് ശിവനാണ്. ശിവൻ നിന്നെ ചതിക്കാൻ വേണ്ടി വന്നു നിൽക്കുക എന്ന് വെച്ചാൽ ശിവൻ ചതിയനാണ് എന്ന് നമുക്ക് നമ്മുടെ അയ്യപ്പൻ പാട്ടിലൂടെ നമ്മൾ തന്നെ പാടി കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ശിവൻ ചതിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ ഈ മായാവലയത്തിൽപ്പെട്ട പാത്തുമ്മ അവിടത്തേക്ക് പോവുകയും ആ കടമ്പ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ താഴ്ത്തി വന്ന് ഈ പറയുന്ന പാത്തുമ്മയെ വാരിപ്പുണർന്നുവെന്നും അതിലുണ്ടായതാണ് ബാബർ എന്ന് പറയുന്നത്. ബാബർ ജനിക്കുന്ന കാലഘട്ടത്തിൽ ചക്കയുണ്ടായില്ല, മാങ്ങയുണ്ടായില്ല, ഗോതമ്പ് തിരതിന്ന് വളർന്നു ഉണ്ണി എന്നൊക്കെ പറ്റ പാട്ട് ഏത് ഈ അയ്യപ്പൻ പാട്ടുള്ളത്. നോക്കണം ഏതൊക്കെ വിധത്തിലാണ് അവർ കഥ ഉണ്ടാക്കുന്നതെന്ന്. അത്രയും കൃത്യമായിട്ട് നമ്മുടെ ഈ ശ്രേഷ്ഠമായ വിശ്വാസത്തെ തകർത്തും കൊണ്ട് അവരൊരു കഥാപാത്രത്തെ അവിടെ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ബാബറിനര ശ്രേഷ്ഠമായിട്ടുള്ള ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ്. എന്തായാലും ഒരു കാര്യം നമ്മൾക്ക് ചിന്തിക്കാം, ഈ ബാബുരൻ എന്ന് പറയുന്നത് ഇവരുടെ പൂർവികരായ ഒരു സിദ്ധനാണെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് അങ്ങനെ സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സിദ്ധൻ എന്തിനാണ് ഈ ഭസ്മം പ്രസാദമായി കൊടുക്കുന്നത്? ഈ സിദ്ധന്റെ പിൻഗാമികളായ ആൾക്കാർ ഈ ഭസ്മം നെറ്റിയിലിടണ്ടേ? ഒരൊറ്റൊരാൾ നെറ്റിയിൽ ഭസ്മം ഇടാതെ ആ ഹറാമായി കണക്കാക്കുന്ന വസ്തു എന്തിനാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അവർക്ക് ഹറാമാണെങ്കിൽ അവർക്ക് വേറെ കൊടുക്കാൻ പാടില്ല, ഹറാമായ വസ്തു കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. മാത്രമല്ല അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ അവരുടെ ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നു, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരുതിനും വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോലും അവരെ ഒറ്റപ്പെടുത്തണം, അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാർ
എങ്ങനെയാണ് സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയല്ലാതെ ശരണമില്ല അയ്യപ്പ എന്ന് വിളിച്ചു പറയുമ്പോൾ അവർ ഇതിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതല്ല, സ്വാമിയല്ലാതെ മറ്റൊരു ശരണവുമില്ല എന്ന് പറഞ്ഞു വരുന്ന അയ്യപ്പന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനെയാണ് അറിയിരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഇനി അതും വേണ്ട, ആ സിദ്ധൻ തന്നെയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു നല്ലൊരു സിദ്ധനാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുഹമ്മദിയരായ അല്ലെങ്കിൽ മുസ്ലിം മതക്കാരിടുന്ന പേരെന്താണെന്നറിയോ? മുഹമ്മദ് എന്നാണ്. എന്ന് വെച്ചാൽ അവരുടെ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ഉള്ള ആരാധന കൊണ്ട് അവരുടെ മക്കൾക്കെല്ലാം മുഹമ്മദ് മുഹമ്മദ് എന്നിടുക. മുഹമ്മദ് അസ്ലാം, മുഹമ്മദ് സലാം, അങ്ങനെ കുറേ മുഹമ്മദ് ചേർത്തിട്ട് അവരിടുക. മുഹമ്മദ് ബക്തിയാർ ഖിൽജി അറിയപ്പെടുന്ന ആളാണല്ലോ, നമ്മുടെ സർവകലാശാലകളൊക്കെ തീയിട്ട് നശിപ്പിച്ച പ്രസിദ്ധൻ. അപ്പോൾ മുഹമ്മദ് ചേർത്തിട്ട് ഇടുക, അത്രയും സിദ്ധനായതുകൊണ്ട്. എന്നാൽ ഇത്രയും വലിയ സിദ്ധനാണ് ഇദ്ദേഹമെങ്കിൽ ഇവരുടെ പരമ്പരയിൽപ്പെട്ട ഒരാൾക്ക് പോലും പിന്നീട്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്രയും കാലമായിട്ട് കേരളത്തിൽ മറ്റെവിടെയും ഒരു ബാബുരൻ എന്ന പേരിൽ അല്ലെങ്കിൽ വാവർ എന്ന പേരിൽ ഒരു പേര് എന്തുകൊണ്ട് കണ്ടില്ല? വലിയ സിദ്ധനല്ലേ, അവരൊക്കെ ആരാധിക്കുന്ന ആളല്ലേ. അങ്ങനെ ഒരു പേര് അവരാരും ഇടാറില്ല. അപ്പോൾ അവർക്കാരുടെ ഇടയിൽ അങ്ങനൊരു പേരില്ല എന്നർത്ഥം, വാവരെന്നോ വാപുരനെന്നോ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തിരിച്ച് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളായ ആൾക്കാർ നിങ്ങളുടെ ഭൂതഗണമാണെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭൂതഗണങ്ങളാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തുകൊണ്ടാണ് ബാബുരൻ എന്ന് പേരിടാത്തതെന്ന് തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ മറുത്തുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ ഭൂതഗണങ്ങളുടെ പേര് മനുഷ്യർക്കിടാറില്ല. അത് അവർ വേറെ തന്നെയാണ്, വേറെ തന്നെ ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാപുരൻ എന്നുള്ള പേരല്ല, കടുശബ്ദൻ എന്നുള്ള പേര് മാത്രം. കടുശബ്ദം നമ്മൾ ഇടാറില്ല, കടൂരവൻ ഇട്ടിട്ടില്ല, കൂപനേത്രൻ ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ വ്യാഘ്രവാദൻ ഇട്ടിട്ടില്ല, അസ്ത്രഭൈരവൻ ഇട്ടിട്ടില്ല. ഇതെല്ലാം ഭൂതഗണങ്ങളുടെ പേരാ. ഗണ്ഡാകർണൻ ഇട്ടിട്ടില്ല, ഇതെല്ലാം ഭൂതഗണങ്ങളുടെ പേരാ. അതൊന്നും നമ്മുടെ മക്കൾക്ക് ഇടാറില്ല, മനുഷ്യർക്ക് ഇടാറില്ല. അത് കൃത്യമായിട്ട് അത് ഓരോ വിഭാഗത്തിനുള്ള പേരിൽ അത് ഭൂതഗണങ്ങൾക്ക് മാത്രമേ ഇടൂ. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ ശബരിമലയിലെ ആ ബാബരുടെ സന്നിധിയിലുള്ളത് ആരാണ്? അവിടെ യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം, അവിടെ പ്രതിഷ്ഠയില്ല, ബാബരുടെ സന്നിധിയിൽ പ്രതിഷ്ഠയില്ല. എരുമേലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, എരുമേലിയിലും പ്രതിഷ്ഠയില്ല. രണ്ടും ഇല്ലാതെയായിരിക്കും. എന്ന് മാത്രമല്ല, എരുമേലിയിലുള്ള ആദ്യം ബാബുരൻ്റെ അമ്പലമായിരുന്നത് ബാബര് പള്ളിയായി. സമീപകാലം വരെ ബാബര് പള്ളിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ, ബാബരുടെ പേരിൽ ഒരു പള്ളി പോലും ഇന്ന് ഭൂലോകത്തില്ല. എന്ന് വെച്ചാൽ എരുമേലിയിലുള്ളത് ബാബര് പള്ളിയല്ല, പകരം അതിൻ്റെ പേരിപ്പോൾ നൈനാർ മസ്ജിദ് എന്നാക്കി മാറ്റിക്കഴിഞ്ഞു. നോക്കണം. എന്നിട്ടും നമ്മുടെ ആൾക്കാർ ബാബര് പള്ളി എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിന് പേര് പോലും ബാബര് പള്ളി എന്നല്ല. ബാബര് പള്ളിയാണെങ്കിൽ പിന്നെയും പോകാം. ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന അവസരത്തിൽ, ഞാൻ ഈ പറഞ്ഞു ഇത്രയും വർഷം പോയിട്ടുണ്ടെന്ന്, ഇപ്പോൾ ഏകദേശം ഒരു 10-15 കൊല്ലത്തോളമായിട്ട് ഞാൻ ആ പള്ളിയിലേക്ക് കയറാറില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് അവിടെ പ്രതിഷ്ഠയില്ല, സന്നിധാനത്തും പ്രതിഷ്ഠയില്ല. സന്നിധാനത്ത് കാണുന്നത് അവിടെ വരുന്നതും മറ്റിടത്ത് 2 സ്ഥലത്തും പോകുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഭസ്മം കിട്ടുന്നു, ഒരു സ്ഥലത്ത് കുരുമുളകും കൽക്കണ്ടവുമാണ് പ്രസാദമായി കിട്ടുന്നത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹം ഒരു വ്യാപാരിയല്ല, അദ്ദേഹം ആയുർവേദ ആചാര്യൻ എന്നാണ് ഈ ഇവരുടെ കൊടുത്ത രേഖയിൽ പോലും പറയുന്നത്. എന്ന് വെച്ചാൽ ശുശ്രൂഷ നടത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ പല ആൾക്കാരും ഇടക്കാലത്ത് ആടിനെയൊക്കെ കൊണ്ടുപോകായിരുന്നു അവിടെ നടക്കി വെക്കാൻ വേണ്ടി. അങ്ങനെ ഇല്ലാത്ത ആചാരങ്ങൾ ഇടക്കാലത്ത് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ശ്രേഷ്ഠമായ ശബരിമലയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആചാര്യം ഇന്ന് അന്യം നിന്നുപോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ ആൾക്കാർ ചിന്തിക്കുക, ശബരിമലയിൽ ബിംബമുണ്ടായി എന്നുള്ളതിന് കൃത്യമായ തെളിവായിട്ടാണ് ഈ രേഖകളിലൊക്കെ പറയുന്നത്. ഞാൻ ഈ ഒരു വിഷയം ഒക്കെ തന്നെ കൂട്ടിച്ചേർത്ത് ശബരിമലയിൽ പോകുന്ന ഏതൊരു വ്യക്തിക്കും മാലയിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗുരുസ്വാമിമാർ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുകയും അതുപോലെ മാലയിട്ട് തിരിച്ചെത്തുന്നവരുള്ള എല്ലാ ചടങ്ങുകളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ശബരിമല സർവസ്വം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. അപ്പോൾ ഈ ഗ്രന്ഥം വേണ്ടുന്ന ആൾക്കാർക്ക് എന്നെ ബന്ധപ്പെടാം, ഞാനിത് അയച്ചു തരും. മാത്രവുമല്ല, ഇതിലെല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ്. ബാബരുടെ ചരിത്രം മാത്രമല്ല, ഇതിൽ കൊച്ചുകടത്തെക്കുറിച്ചുണ്ട്,
അതുപോലെ തന്നെ ശബരിമാതാവിനെ കുറിച്ചുമുള്ള ചരിത്രങ്ങളെല്ലാം ഇതുണ്ട്. അവിടെയുള്ള എല്ലാ ദേവന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങളും പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ബാബരുടേത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇപ്പോൾ സമീപകാലത്ത് ഇത് വിവാദമായി വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബാബുരൻ സ്വാമി തന്നെയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരാളാണ്. അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ബാബുരൻ എന്നുള്ളത് പുറമേയുള്ള ഒരു സ്ഥലത്തോ കേരളത്തിന് വെളിയിലായോ ഇന്ത്യക്ക് വെളിയിലോ നമുക്ക് അങ്ങനെ ഒരു പേര് കാണാൻ കഴിയില്ല. എന്നാൽ ഈ ബാബുരൻ എന്നുള്ള പേര് നമ്മുടെ പഴയ പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായി കാണാനും കഴിയുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല എന്ന് കൂടി ഓർക്കുക. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.